വീണ്ടും വാർത്തകളിലേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ എൽദോസ് കുന്നുപ്പിള്ളിൽ MLA-ക്കെതിരെ കുറ്റപത്രം. നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. യുവതിയെ MLA ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എൽദോസിന് കൂടാതെ 2 സുഹൃത്തുക്കളും പ്രതികളാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത് സ്പോട്ട് ലൈവിൽ. ഡാൻ, ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എൽദോസ് കുന്നുപ്പിള്ളിക്കെതിരെ? എൽദോ, ഈ സംഭവം ഒരുപാട് വിവാദമായ ഒരു കേസാണിത്. ആ കേസിലാണ് നെയ്യാറ്റിൻകര കോടതിയിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അത് പ്രധാനമായും ബലാത്സംഗ കുറ്റവും അതോടൊപ്പം തന്നെ വധശ്രമവും, ഈ 2 വകുപ്പുകളാണ് പ്രധാനമായും എൽദോസ് കുന്നുപ്പിള്ളിൽ MLA-ക്കെതിരെ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നത്. അതായത് 2022 ജൂലൈ മാസം 4-ാം തീയതി ആദ്യമായി ഈ 5 വർഷം പരിചയമുണ്ടായിരുന്ന യുവതി ആദ്യമായി ഇയാൾ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം എൽദോസ് കുന്നുപ്പിള്ളിയുടെ തൃക്കാക്കരയിലെയും കുന്നത്തനാടെയും വീടുകളിൽ വെച്ചും സമാനമായ തരത്തിൽ ബലാത്സംഗം നടന്നുവെന്നും ഈ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം എൽദോസിൻ്റെ 2 സുഹൃത്തുക്കൾക്കെതിരെയും അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് നിയമക്കുരുക്കായി തന്നെ, അതായത് എൽദോസ് കുന്നുപ്പിള്ളിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയായി പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സ്വാഭാവികമായി കോവളത്ത് വെച്ച് ഈ യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വധശ്രമത്തിനു കൂടി ഈ കേസ് ചുമത്തിയിരിക്കുന്നത്. കുറ്റപത്രത്തിൽ അക്കാര്യവും വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഫോൺ കോൾ റെക്കോർഡുകളടക്കം വിശദമായി പരിശോധിച്ചുകൊണ്ട് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എൽദോസ് കുന്നുപ്പിള്ളിൽ കുറ്റക്കാരനാണ് എന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. തുടർന്നാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഡാൻ, ഇതിൽ എൽദോസ് കുന്നുപ്പിള്ളിന്റെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വാദം? എന്താണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണമായി ലഭിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പരസ്യ പ്രതികരണങ്ങൾക്കും എൽദോസ് തയ്യാറായിട്ടില്ല. ഈ ഫോണിൽ ബന്ധപ്പെടുമ്പോഴൊക്കെ ലഭ്യമാകുന്ന മറുപടികൾ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായ ഒരു നടപടി, പോലീസിൻ്റെ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള സ്വാഭാവികമായ മറുപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്കെതിരെ വലിയ തരത്തിൽ ഗൗനിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് എൽദോസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നേരത്തെ ഈ സംഭവം വിവാദമായപ്പോൾ എൽദോസ് പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി അടക്കം, അതായത് ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ്, ഈ യുവതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ആരോപണമാണ് എൽദോസിനെതിരെ നടക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതിരോധം തീർക്കാനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി പാർട്ടി നേതൃത്വം ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തെ ഇനി നോക്കിക്കാണുക, ഏതെങ്കിലും തരത്തിലുള്ള നടപടി എൽദോസിനെതിരെ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ചയായതാണ്. ഈ കുറ്റപത്രത്തിൽ ഗുരുതരമായി വകുപ്പുകൾ കൂടി ചുമത്തപ്പെട്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി അത്തരം ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യം തന്നെയായിരിക്കും ഇനി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുക. ഡാൻ, ഇതിൽ ഈ കോവളത്ത് വെച്ച് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരാമർശം. മാത്രമല്ല തൃക്കാക്കര, അടിമലത്തുറ, കുന്നത്തുനാട് ഈ 3 ഇടങ്ങളിൽ വെച്ച് ബലാത്സംഗം നടത്തി എന്നുള്ളതാണ് കുറ്റപത്രത്തിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അത് വളരെ രൂക്ഷമായ തരത്തിൽ കുറ്റപത്രം പോകുമ്പോൾ അത് കൂടുതൽ തലവേദനയിലേക്ക് എത്തിക്കില്ലേ MLA? സ്വാഭാവികമായി ഈ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഈ സ്ഥലങ്ങളിൽ MLA-യുമായി എത്തി പോലീസ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. അന്ന് കോവളത്ത് വെച്ച് ഈ തള്ളിയിടാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സ്ഥലത്തടക്കം, അതായത് ഒരു വ്യൂ പോയിന്റിലടക്കം എത്തിച്ച് കൃത്യമായ തെളിവെടുപ്പാണ് നടത്തിയത്. അന്ന് അത്തരമൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് പോലീസിന് ലഭിച്ചത്. സ്വാഭാവികമായി ഇവരെ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് അവർ ചികിത്സ തേടാൻ ശ്രമിച്ചു എന്നതിൻ്റെ അടക്കമുള്ള വിവരങ്ങളും ജനറൽ ആശുപത്രിയിൽ അടക്കം പുറത്തുവരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ തെളിവുകളൊക്കെ തന്നെയാണ് അന്ന് എൽദോസിനെതിരായ കുരുക്ക് മുറുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിന് പിന്നാലെയാണ് കൂടുതൽ അന്വേഷണം നടത്തി ജില്ലാ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ ശേഖരിക്കുകയും ഈ ബലാത്സംഗം 1-ലേറെ തവണ നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഗുരുതരമായി വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഈ എൽദോസിനൊപ്പം 2 സുഹൃത്തുക്കൾ കൂടി പേര് ചേർക്കപ്പെടുന്ന സാഹചര്യം, ഇവർ എത്തരത്തിലാണ് ഈ കേസിൽ ഇടപെട്ടത് എന്നാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ?
അവർ എൽദോസിനെ ഇക്കാര്യത്തിൽ സഹായിച്ചു എന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണമാണ് ആ രണ്ട് സുഹൃത്തുക്കൾക്കെതിരെ നിലനിൽക്കുന്നത്. ഈ കേസുണ്ടായ സമയം മുതൽ ഈ യുവതിയെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കം MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായി ക്രൂരമായ മർദ്ദനത്തിന് എൽദോസ് കുന്നപ്പള്ളിൽ യുവതിയെ ഇരയാക്കിയെന്നും അതിനുശേഷം ചികിത്സ തേടി ഇവർ ആശുപത്രിയിലെത്തിയെന്നും ആ സമയത്തടക്കം ഇവരെ പിന്നാലെ എത്തി ഇത് മറ്റു തരത്തിൽ ഒരു വിവാദമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഈ സുഹൃത്തുക്കളുടെ സഹായത്തോടെ നടത്തി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നത്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട യുവതി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കളെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഞാൻ ഒരു കാര്യം കൂടി, ഈ 2022-ലാണല്ലോ ഇത് ആദ്യമായിട്ട് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് എന്ന് യുവതി പരാതിപ്പെടുന്നത്. അപ്പോൾ എത്ര വർഷമായി ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? 5 വർഷത്തെ സൗഹൃദം എൽദോസ് കുന്നപ്പള്ളിൽ MLAയും യുവതിയും തമ്മിൽ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ആ വിവരങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതുമാണ്. പിന്നീട് യുവതിയുടെ സമ്മതമില്ലാതെ യുവതിയുമായി അത്തരത്തിൽ അവരെ ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിൽ MLA യുവതിയെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അന്ന് പുറത്തു വന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട എൽദോസ് കുന്നപ്പള്ളിയുടെയും യുവതിയുടെയും ഫോൺ കോൾ രേഖകളടക്കം പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. സംഭവം നടന്ന സമയത്ത് യുവതി പറയുന്ന സ്ഥലത്ത് എൽദോസ് കുന്നപ്പള്ളിൽ എത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന രേഖകൾ പോലീസിന് ലഭ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുരുതരമായ വകുപ്പുകൾ കുറ്റപത്രത്തിൽ ചുമത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി, എൽദോസ് കുന്നപ്പള്ളി MLAക്കെതിരായിട്ടുള്ള ബലാത്സംഗ കേസിൽ അവിടെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ബലാത്സംഗം, വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. രണ്ട് സുഹൃത്തുക്കളും എൽദോസ് കുന്നപ്പള്ളിയെ കൂടാതെ ഈ രണ്ട് സുഹൃത്തുക്കളെ കൂടി ഇതിൽ പ്രതികളാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2022 ജൂലൈ 4-നായിരുന്നു സംഭവം നടക്കുന്നത്. അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ച് ആദ്യം ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു. തൃക്കാക്കരയിലെ വീട്ടിലും പിന്നീട് കുന്നത്തുനാട്ടിലെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി. 5 വർഷമായി പരിചയമുള്ള യുവതിയാണ് MLA ബലാത്സംഗം ചെയ്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാലും ഒരു കാര്യം കൂടി, 2023 ഇത്തരത്തിൽ മദ്യപിച്ചെത്തി വാഹനത്തിലേക്ക് ബലമായി കയറ്റി കോളത്തേക്ക് കൊണ്ടുപോയി അവിടെ പോകുന്ന വഴിയിലും കാറിൽ വെച്ച് ഉപദ്രവിച്ചു എന്നുള്ള പരാതി കൂടി ഈ യുവതി ഉന്നയിക്കുന്നുണ്ട്. എന്നാലും ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യമാണ് നിലവിൽ. നെയ്യാറ്റിൻകര കോടതിയിലാണ് ക്രൈംബ്രാഞ്ചിന് കുറ്റപത്രം സമർപ്പിച്ചത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഈ കേസിൽ.